ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ കിടിലൻ സെഞ്ചുറി പ്രകടനം നടത്തി കയ്യടി നേടിയിരിക്കുകയാണ് ഋതുരാജ് ഗെയ്ക്വാദ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പര വരാനിരിക്കെ സെലക്ടർമാർക്ക് മുന്നിൽ വലിയ ചോദ്യമുയർത്തുന്ന പ്രകടനമാണ് ഋതുരാജ് കാഴ്ചവെച്ചിരിക്കുന്നത്. സെൻട്രൽ സോണിനെതിരായ സെമി പോരാട്ടത്തിൽ വെസ്റ്റ് സോണിനായാണ് ഋതുരാജ് കിടിലൻ സെഞ്ചുറി പ്രകടനം കാഴ്ചവെച്ചത്. നാലാമനായി ക്രീസിലെത്തിയ ഋതുരാജ് 206 പന്തിൽ 184 റൺസാണ് നേടിയത്. 25 ഫോറും ഒരു സിക്സും ഉൾപ്പെടെയാണ് ഋതുരാജിന്റെ പ്രകടനം. ടെസ്റ്റിലെ 4-ാം നമ്പറിൽ മികവ് കാട്ടാൻ തനിക്ക് ശേഷിയുണ്ടെന്ന് പ്രകടനം കൊണ്ട് തെളിയിക്കുകയാണ് ഋതുരാജ്. മത്സരത്തിൽ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ യശസ്വി ജയ്സ്വാളും ശ്രേയസ് അയ്യരും നിരാശപ്പെടുത്തി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഓപ്പണറായി ഇറങ്ങിയ ജയ്സ്വാൾ 3 പന്തിൽ 4 റൺസെടുത്ത് പുറത്തായപ്പോൾ 5-ാം നമ്പറിൽ കളിച്ച ശ്രേയസ് 28 പന്തിൽ 25 റൺസെടുത്ത് പുറത്തായി. അതിവേഗം റൺസ് ഉയർത്താൻ ശ്രമിച്ച ശ്രേയസിനെ ഖലീൽ അഹമ്മദ് ക്ലീൻ ബൗൾഡാക്കുകയായിരുന്നു. ശ്രേയസിനെ ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കാത്തതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ നടന്ന മത്സരത്തിലാണ് ശ്രേയസ് നിരാശപ്പെടുത്തിയത്. ജയ്സ്വാൾ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചാണ് ദുലീപ് ട്രോഫി കളിക്കാനെത്തിയത്. ജയ്സ്വാളിൻ്റെ മോശം പ്രകടനം താരത്തിൻ്റെ ടെസ്റ്റ് ടീമിലെ സ്ഥാനത്തെ ബാധിക്കില്ലെന്ന് തന്നെ പറയാം. ഇതിനോടകം സേനാ രാജ്യങ്ങളിൽ അടക്കം കളിച്ച് ഇടങ്കയ്യൻ ഓപ്പണറായ ജയ്സ്വാൾ മികവ് കാട്ടിയിട്ടുണ്ട്. ഋതുരാജിൻ്റെ പ്രകടനം സെലക്ടർമാർക്ക് സമ്മർദ്ദം നൽകുന്ന കാര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഋതുരാജിനെ ഇന്ത്യ ഒരു ഫോർമാറ്റിലേക്കും നിലവിൽ പരിഗണിക്കുന്നില്ല. IPL CSKയുടെ നായകനാണ് ഋതുരാജ്. ഇന്ത്യക്കായി ഇതിനോടകം അരങ്ങേറ്റം കുറിച്ചെങ്കിലും തുടർ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ ടെസ്റ്റ് ടീമിലെങ്കിലും താൻ അവസരം അർഹിക്കുന്നുണ്ടെന്ന് പ്രകടനം കൊണ്ട് ആവശ്യപ്പെടുകയാണ് ഋതുരാജ് ഗെയ്ക്വാദ്. ഖലീൽ അഹമ്മദിൻ്റെ ഒരു ഓവറിൽ കടന്നാക്രമിക്കുന്ന ബാറ്റിംഗാണ് ഋതുരാജ് കാഴ്ചവെച്ചത്. 4-0, 4-4, 6-4 എന്നിങ്ങനെയാണ് ഖലീലിൻ്റെ ഒരു ഓവറിൽ ഋതുരാജ് നേടിയ സ്കോർ. ഇരട്ട സെഞ്ചുറി അർഹിച്ചിരുന്നെങ്കിലും ഈ നേട്ടത്തിലേക്ക് എത്തും മുമ്പ് താരത്തിന് മടങ്ങേണ്ടി വന്നു എന്നത് മാത്രമാണ് നിരാശപ്പെടുത്തുന്ന കാര്യം. എന്തായാലും ഋതുരാജിൻ്റെ ഫോം പരിഗണിച്ച് വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിൽ മധ്യനിരയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ക്ലാസിക് ശൈലിയിൽ അതിവേഗം റൺസ് ഉയർത്താൻ കഴിവുള്ള താരമാണ് ഋതുരാജ്. സെൻട്രൽ സോണിൻ്റെ ബൗളർമാർ പ്രതീക്ഷിച്ച നിലവാരം കാട്ടിയില്ല എന്നതും വസ്തുതയാണ്. ഖലീൽ അഹമ്മദ് തല്ലുവാങ്ങിയെങ്കിലും 2 വിക്കറ്റുകൾ വീഴ്ത്തി. ദീപക് ചഹാർ, യാഷ് ഠാക്കൂർ എന്നിവർക്ക് വിക്കറ്റൊന്നും നേടാൻ സാധിച്ചില്ല. അതേസമയം നോർത്ത് സോണിനെതിരെ സൗത്ത് സോണിന് ഭേദപ്പെട്ട തുടക്കം ലഭിച്ചിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് സോൺ 3 വിക്കറ്റിന് 297 റൺസ് എന്ന നിലയിലാണ് ആദ്യ ദിനം കളി അവസാനിപ്പിച്ചത്. ജഗദീശൻ 260 പന്തിൽ 148 റൺസ് എടുത്ത് ക്രീസിൽ തുടരുകയാണ്. 13 ഫോറും 2 സിക്സും ഉൾപ്പെടെയാണ് ജഗദീശൻ കളി തുടരുന്നത്. ദേവദത്ത് പടിക്കൽ 71 പന്തിൽ 57 റൺസ് എടുത്ത് പുറത്തായി. കേരള താരവും സൗത്ത് സോൺ നായകനുമായ മുഹമ്മദ് അസറുദ്ദീൻ 11 റൺസ് എടുത്ത് ക്രീസിൽ തുടരുന്നുണ്ട്. ഓഗസ്റ്റ് 28-നാണ് ദുലീപ് ട്രോഫി ആരംഭിച്ചത്. സൗത്ത് സോണും വെസ്റ്റ് സോണും നേരത്തെ തന്നെ സെമി ഫൈനലിലേക്ക് കടന്നിരുന്നു. ക്വാർട്ടറിൽ സെൻട്രൽ സോൺ നോർത്ത് ഈസ്റ്റ് സോണിനെയും നോർത്ത് സോൺ ഈസ്റ്റ് സോണിനെയും നേരിട്ടു. 2 മത്സരങ്ങളും സമനിലയിൽ കലാശിച്ചിരുന്നു. സെപ്റ്റംബർ 11 മുതലാണ് ഫൈനൽ നടക്കുക. എല്ലാ മത്സരങ്ങളും ബംഗളൂരുവിലെ BCCI സെൻറ്റർ ഓഫ് എക്സലൻസ് മൈതാനത്താണ് നടക്കുന്നത്.